ചേട്ടന്മാരെ ചേച്ചിമാരെ കുട്ടികളെ കൂട്ടുകാരെ നാടോടി പാട്ട് പാടി വന്നേ ഞാൻ യേശുവിൻ കഥകൾ ചൊല്ലാൻ വന്നേ. അന്ധനും ബധിരനും മുടങ്ങുള്ളവനും കയ്യും കാലും തളർന്നവനും കുഷ്ഠരോഗിയും യേശുവിൻ വചനം കേട്ടിടുകി ഭാരത രോഗവും മാറിപ്പോകുകേ. പാവമ പെണ്ണിന് രക്തസ്രാവം തീരാത്ത രോഗവും ദുരിതങ്ങളും കാലമേറെയായിട്ടും തീരാത്ത വ്യാധിയുമായി നിന്നവൾ ഒരു നാൾ യേശുവെ തൊട്ടേ അമ്പമ്പോ അവളുടെ രോഗം മാറി. കല്യാണനാളിൽ കാനായിൽ വീഞ്ഞില്ലാതെ വിഷമത്തിലാ മനക്കെടായി നാട്ടിലും വീട്ടിലും മാതാവ് യേശുവിൻ അരികിലെത്തി ദൈവപുത്രൻ അനുഗ്രഹിച്ചു. ക്ഷണനേരം കഴിഞ്ഞില്ല ഭരണിയിലെ ജലമെല്ലാം വീഞ്ഞായി മാറി മാറോരെ. നാട് ചുറ്റി നടന്നീശോ ദൈവശ്രേയം പറഞ്ഞീശോ മുക്കുവരെ തന്റെ ശിഷ്യനാക്കി. അഞ്ചപ്പവും 2 മത്സ്യവും കൊണ്ടവൻ 5000 പേരെ തൃപ്തനാക്കി. ലാസറിൻ ഭവനത്തിൽ ഒരു നാളെത്തി കാര്യമറിഞ്ഞപ്പോൾ ദുഃഖിതനായി. മറിയത്തിൻ സോദരൻ ലാസർ രോഗിയായി മരണമടഞ്ഞിരുന്നു. യേശുവിനെ കണ്ടപ്പോൾ മാർത്തയും മറിയവും അലറിക്കരഞ്ഞു പരിതപിച്ചു. യേശുവേ നീ വരാൻ വൈകിയതെന്റെ സോദരൻ ഞങ്ങളെ വിട്ടുപോയി. കല്ലറയിൽ 3 ദിനം മുമ്പ് സംസ്കരിച്ചു ഞങ്ങൾ സോദരനെ. കാര്യമറിഞ്ഞുടൻ ദൈവത്തിൻ പുത്രൻ കല്ലറ തന്നിലായി പോയിടുന്നു. അത്ഭുതം കാണുവാൻ ജനമെല്ലാം യേശുവിൻ പിന്നാലെ പോയിടുന്നു. കൈകൾ വിരിച്ചവൻ പ്രാർത്ഥിച്ചവൻ ചൊല്ലി ലാസറേ എഴുന്നേൽക്കൂ പുറത്തു വരൂ. കല്ലറ പിളർന്ന് മൃതനാം ലാസർ ഉയർത്തെഴുന്നേറ്റു പുറത്തു വന്നു. അത്ഭുത ചിത്തരായി മാറിയ ജനമെല്ലാം യേശുവെ വാഴ്ത്തി പുകഴ്ത്തിയിടുന്നു. കാരുണ്യമാനവൻ ദൈവപുത്രൻ മാനവരക്ഷകൻ ദൈവപുത്രൻ പാപികൾ നമ്മളെ രക്ഷിപ്പാനായെന്ന കുരിശിൽ മരിച്ചവൻ ദൈവപുത്രൻ. മാനവർ നാമെല്ലാം ഒന്നല്ലേ ഏകദൈവത്തിൻ്റെ തനയരല്ലേ. പ്രവാചകരെല്ലാം ചൊല്ലിയതെന്നും യേശുവേ നീ എന്ന രക്ഷയല്ലേ. വഴിയും സത്യവും ജീവനുമായവൻ യേശുവേ എന്നിൽ കനിയേണമേ. പാപങ്ങൾ സർവ്വവും മാറ്റേണമേ യേശുവേ.